നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഈ സമൂഹത്തിലെ ഈ പീഡനം എന്ന് പറയുന്ന ഒരു സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തുടർച്ചയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരുന്ന അവസാനം എൻ്റെ ആശങ്കകളും എൻ്റെ ആകാംക്ഷകളും എൻ്റെ പല വികാരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്നുള്ളത്. അതായിട്ട് ഞാൻ വരികയാണ്. അതിന് മുമ്പ് വളരെയധികം നമുക്ക് ദുഃഖകരമായ നമ്മളൊന്നാമത്തത് ഈ വയനാട് ദുരന്തം, അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വലിയൊരു ആഘാതം. കാരണം നമ്മളെ ബാധിച്ചില്ലെങ്കിൽ പോലും എത്രയോ നമ്മുടെ മലയാളി സഹോദരി സഹോദരന്മാർ അതിൻ്റെ വേദനകൾ അനുഭവിച്ച്, അല്ലെങ്കിൽ അവർ ഈ ലോകത്തുനിന്ന് വിട്ടുപോയി പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയൊക്കെ വിട്ടിട്ട് അതിൻ്റെ വേദനയോടെ ജീവിക്കുന്ന രക്തസാക്ഷികൾ, എന്താ പറയുക, എനിക്ക് വിശേഷിപ്പിക്കാനൊന്നും, അല്ലെങ്കിൽ അവരെ എന്തെന്നാ പറയണത് എനിക്കറിയില്ല. എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ഒരു വേദനയായിട്ട് നിൽക്കുന്നത് ശ്രുതി എന്നൊരു പെൺകുട്ടിയാണ്. വയനാട്ടിലെ തൻ്റെ കുടുംബം മൊത്തം നഷ്ടപ്പെട്ട് നിരാലംബയായ ആ പെൺകുട്ടി അത്രയും വലിയ വേദനയുടെ നടുവിൽ കിടന്ന് തകർന്നു തരിപ്പണമായ ആ പെൺകുട്ടിക്ക് ഒരാശ്വാസമായി, ഒരു കൈത്താങ്ങായി, കരുത്തായി വന്ന ജെൻസൺ, ആ ജെൻസനെയും വിധി തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. അതായത് അവരൊന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ജെൻസനെയും ശ്രുതിയിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോയ വിധി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്ക് കണ്ണീച്ചോരയില്ലാത്തതാണോ വിധി? ആ പെൺകുട്ടി എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്? അതങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് വിധിയൊക്കെ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. കാരണം ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ആ പെൺകുട്ടി ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇനി അതിനെന്തെന്നാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല മുന്നോട്ടേക്ക്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശ്രുതി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൻ്റെ മകളാണ്, നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മകളെ പോലെ കരുതേണ്ടതാണ്. ശ്രുതിയെ താങ്ങി നിർത്തേണ്ടത് ഇന്ന് ലോകം മലയാളികളാണ്. അത് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം മലയാളികളുടെ ഏറ്റവും വലിയൊരു സവിശേഷത, എന്തൊക്കെ ദോഷങ്ങൾ പലതും മറ്റുള്ള ഇതിലൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ദുരിതമോ വരുമ്പോൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ അതിനെ കൈകോർത്ത് രക്ഷിക്കാൻ നിൽക്കുന്ന, ലോകത്തിന് തന്നെ മാതൃകയായി അത്ഭുതമായ ഒരു പ്രവൃത്തി ചെയ്യുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ശ്രുതി ഒരിക്കലും എന്നേക്കുമായി അനാഥമാക്കപ്പെടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശ്രുതിക്ക് വേണ്ടതെല്ലാം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അത് സമർപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രുതിയുടെ മനസ്സിന് അപാരമായ കരുത്ത് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജെൻസൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട്, ഇനി ഇതുപോലുള്ളൊരു ദുരിതങ്ങളും ലോകത്ത് ആർക്കും വരുത്തില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത് നമുക്ക് വീഡിയോയിലേക്ക് എഴുതാം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഭയമുണ്ട്. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യുമോ, അകത്തിടുമോ? കാരണം ഞാൻ പറയുന്നത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും, എന്തൊക്കെ രീതിയിൽ എന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാതെ പറ്റില്ല. കാരണം ഇത് എൻ്റെയും കൂടി കാര്യമാണ്. കാരണം ഒരു പുരുഷൻ, ഒരാണായി ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത്, ഈ കേരളത്തിൽ ജീവിക്കുന്ന എനിക്കും വേണം ഒരു സുരക്ഷ, എനിക്കും വേണം ഒരു പരിരക്ഷ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നാളെ ഞാൻ എന്താകും എന്നുള്ളത് വേറെ ആരുടെ കയ്യിലിരിക്കുകയാണ് ഇപ്പോൾ. നാളെ മനോജ് എന്ന് പറയുന്ന ഒരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു സിനിമ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്താക്കണം എന്ന് വേറെ ആരുടെ കയ്യിലിരിക്കുകയാണ്. അവർ വിചാരിച്ചാൽ അങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു മൊത്തം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പരിരക്ഷ, സ്ത്രീ സുരക്ഷ എന്നുള്ള ഈ ഒരു നിയമത്തിൻ്റെ ബലത്തിൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഏത് തരത്തിലുള്ള ഏത് മേഖലയിലുള്ള പുരുഷന്മാർക്കും
ഭീതിജനകമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മകനോട് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഞാനീ പറഞ്ഞാൽ തമാശയല്ല സീരിയസും അല്ല, ഞാൻ രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എടാ നാളെ എനിക്കെതിരെ വല്ല ആരോപണം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പെണ്ണുകൾ പറയാണ് ഞാൻ അവരെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കരുത്, നീ എന്നെ അവജ്ഞയോടെ നോക്കരുത്. അതുപോലെ നിൻ്റെ കൂട്ടുകാരോടും പറയണം. കാരണം നമ്മൾ ഒരു ആർട്ടിസ്റ്റായിട്ട് ജീവിക്കുകയല്ലേ, ആ ഒരു ഇതുകൊണ്ട് ഉപജീവനം നടത്തുകയല്ലേ. നാളെ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പിന്നെ ഒരുപാട് സ്ത്രീകളുമായിട്ട്, സ്ത്രീ ആർട്ടിസ്റ്റുകൾ, ജൂനിയറും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു ആരോപണം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊള്ളെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരോട് നീ ആദ്യമേ പറഞ്ഞേക്കൂ, ഫസ്റ്റിലേ പറഞ്ഞേക്ക്. ആരോപണം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും നീ എന്ന് ആദ്യമേ പറഞ്ഞേക്ക്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തരുത്, എന്നെ മാറ്റി നിർത്തരുത്. കാരണം അത് പറയണം നീ. അങ്ങനെ എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ആർക്കും നമ്മളെ ഇത് ചെയ്യാന്നുള്ളതല്ലേ, തകർക്കാം. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, ഞാൻ അന്ന് പറഞ്ഞ ആശങ്കകൾ എനിക്ക് ഈ ഒരു കാര്യത്തിലുള്ള ആകുലതകൾ, എനിക്കുള്ള സംശയങ്ങൾ എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അത് ഞാൻ പറയാം, രണ്ടും കൽപ്പിച്ച് തന്നെ പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നൊരു ശക്തി വലിയവനാണ്. കാരണം അറിയാലോ, നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമൂഹം മുഴുവൻ അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കി. ഈ പറഞ്ഞ മാതിരി പീഡനത്തിൻ്റെ ആ ഒരു ആരോപണം നേരിടേണ്ടി വന്ന നടന്മാരെയൊക്കെ കുരിശിലേറ്റി പിച്ച് ചീന്തി തകർത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല കേട്ടോ, കാരണം പേര് പറയുന്നത് പോലും ഇപ്പം എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നാണ്. അത് വച്ച് വേണമെങ്കിൽ നിയമത്തിൻ്റെ ഏതെങ്കിലും പഴുതിലൂടെ എന്നെ അകത്താക്കാൻ പറ്റും. അതുകൊണ്ട് പേര് പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന കഥ, ഈ സംഭവത്തിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയുടെ മുമ്പൊക്കെ എഴുതി കാണിക്കില്ലേ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ തികച്ചും സാങ്കല്പികം മാത്രം. ഇത് ഞാൻ ഇട്ടേക്കാം കേട്ടോ, അടിവരയിട്ട്, എൻ്റെ ഒരു ബലത്തിന് വേണ്ടി, നിയമബലത്തിന് വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പ്രശസ്തനായ, വളരെയധികം നായക വേഷങ്ങൾ ചെയ്ത് ഒരു താരപരിവേഷമുള്ള ഒരു യുവനടനെതിരെ ഒരു ഭവതി വന്നു പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മലയാളക്കരയിൽ വീണ്ടും അടുത്ത കോളിളക്കം സൃഷ്ടിച്ചു. പക്ഷേ ആ യുവകേസരി മാധ്യമങ്ങളെ കണ്ട് തൻ്റെ നിരപരാധിത്വം പറഞ്ഞു. അതിനുശേഷം തനിക്ക് ഇതിനെതിരെ ഏതറ്റം വരെയും പോവും അതൊക്കെ പറഞ്ഞു. മീഡിയകൾ ഭാഗ്യം കൊണ്ട് ആ നടനെ വെറുതെ വിട്ടു. കാരണം പെട്ടെന്ന് അങ്ങോട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ട് മീഡിയകൾക്കൊന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല. കാരണം വേറൊരു പ്രശ്നത്തിൽ കെട്ട് കിടക്കാറില്ല. ഞാനൊന്നും മാധ്യമങ്ങളെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത്തവണ എനിക്ക് ആ മാധ്യമങ്ങളെ ഞാൻ വിമർശിക്കുന്നില്ല. കാരണം ഞാൻ ചില മാധ്യമങ്ങൾക്ക് ഞാൻ കയ്യടി കൊടുക്കുകയാണ്. അത് അവർ ചെയ്യേണ്ട മാധ്യമധർമ്മം ഇപ്പോൾ അവർ നല്ല മാന്യമായിട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ആ നടൻ പറഞ്ഞ കാര്യങ്ങളിൽ അപ്പോഴും അവിശ്വസനീയമായി ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് തട്ടിപ്പാണ്, ഇത് മറ്റേ ഈ പറഞ്ഞ ഇര അതിജീവിത, ഇങ്ങനെ കുറേ പേരും കൊടുത്ത് അത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇരയാണോ വേട്ടക്കാരിയാണോ എന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. അതുപോലത്തെ അവസ്ഥയിലാണ് നമ്മൾ പോണത്. വേട്ടക്കാരികളാണ് ഇപ്പോൾ എല്ലാം. അല്ലാണ്ട് ഇര അതിജീവിത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര, ഇവരെയൊക്കെ കൊണ്ടങ്ങോട്ട് എഴുന്നള്ളിച്ചേക്കായിരുന്നില്ലേ മാധ്യമങ്ങളിൽ. റാണിമാരെ പോലെ അവർക്ക് വിശ്രമമില്ലാതെ അവരെ കൊണ്ടുവന്ന് ഓരോ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് അവരുടെ വാമൊഴികളൊക്കെ വേദവാക്യന്മാരി സ്വീകരിച്ച്, അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറേ മഹിളാരത്നങ്ങളൊക്കെ കൂടി പല മേഖലയിലുള്ളവരൊക്കെ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ആണുങ്ങളെ മുഴുവൻ താറടിച്ച്, AMM എന്ന സംഘടന അതിനെ താറടിച്ച് മലയാള സിനിമാ നടന്മാരൊക്കെ ലോക ഉടായ്പകളും പോക്കും പിഴകളാണെന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആണുങ്ങളെല്ലാം പോക്കാണെന്നും പറഞ്ഞുകൊണ്ട് വേറെയും കുറേ മഹിളാരത്നങ്ങൾ വന്ന് അവരുടേതായ കുറേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ആഘോഷിച്ച കുറച്ച് ദിവസങ്ങളുണ്ടായി. അത് മാധ്യമങ്ങളും ഈ പറഞ്ഞ ആളുകളും ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച റാണിമാരെയൊക്കെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് അതൊക്കെ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഒക്കെ തകിടം പറഞ്ഞു. അതാണ് പറഞ്ഞത്, ദൈവം വലിയവനാണ്. ദൈവം എന്ന് പറയുന്ന സത്യം എന്ന ശക്തി ഉണ്ട്. ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ തകിടം മറിയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ആ യുവനടൻ്റെ പ്രസ്താവനയാണ് സത്യത്തിൽ ഇതിന് വലിയൊരു മാറ്റം കുറിച്ചത്. കാരണം ആ ഒരു ഭവതി പറഞ്ഞ വാക്കുകൾ വളരെ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിൽ മറ്റൊരു യുവനടനും സംവിധായകനും ഗായകനുമായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വേളയിലാണ് ഈ സംഭവം, ഈ ഡേറ്റ് അടക്കം പറഞ്ഞതെന്നുള്ളതൊക്കെ അങ്ങോട്ട് രേഖാമൂലം തെളിയിച്ചു.
പിന്നെ അതിൻ്റെ അകത്തൊരു അവതാരകയായിട്ട് വന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് അന്ന് ആ ഡേറ്റിൽ ആ ഒരു ഷോയിൽ ഇന്നൊരു മോളിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനം അത് മനസ്സിലാക്കി. സമൂഹം അപ്പം തന്നെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആളെ അങ്ങോട്ട് അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി അങ്ങോട്ട് ഒഴിവാക്കി. അതിനുശേഷം ഇപ്പോൾ പലരുടെയും തെളിഞ്ഞല്ലോ, പലരുടെയും കള്ളക്കളികൾ അങ്ങനെ തെളിഞ്ഞില്ലേ. ഞാൻ ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനലിൻ്റെ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വിനീതമായ കൂപ്പുകൈ. നിങ്ങൾ സത്യം പറഞ്ഞാൽ മിസ്റ്റർ അരുൺ, നിങ്ങൾ മാധ്യമപ്രവർത്തനം നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CBI-യിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സേനയിലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റായിട്ടോ നിങ്ങൾ പോകണം. കാരണം അത്രയ്ക്ക് വൈഭവമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചാട്ടുളി പോലെയാണ് പോണത്. അത് ഈ പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളങ്ങോട്ട് പെടഞ്ഞു പോകും. ഈ വക ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമേ ചോദിക്കാമായിരുന്നു. ഈ പീഡനം എന്ന് പറയുന്ന ഈ ആരോപണം ഉന്നയിച്ചവർ ആദ്യമേ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. അന്ന് നിങ്ങളൊന്നും ചോദിച്ചില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചു. ഇപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മീഡിയ നിഷ്പക്ഷമായിട്ട് നിൽക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ അന്ന് ആശങ്ക, എനിക്ക് പറയാൻ പേടിയാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ കൊല്ലും, ചിലപ്പോൾ കേസ് കൊടുക്കും, ഇരയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഞാനന്ന് പറയണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചത്. എൻ്റെ ലൊക്കേഷനിൽ പോലും ഞാൻ പറഞ്ഞിരുന്നു, ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ, ഈ ആരോപണം ഉന്നയിച്ച ആളുകളെയൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളമായിട്ട് അല്ലെങ്കിൽ എന്തോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയാണ്, എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. സാമുദ്രിക ലക്ഷണപ്രകാരമൊക്കെ വെച്ച് നോക്കിയാൽ എനിക്ക് കുറച്ചറിയാം. പക്ഷെ എനിക്കത് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ഇരയെ അധിക്ഷേപിച്ച് ഞാനിപ്പോൾ അകത്തു പോവില്ലേ ഇവനെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ലൊക്കേഷനിലുള്ള എൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ അത് വീഡിയോ ഒക്കെ കൂടെ, ചേട്ടൻ ഈ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുവനെ ഞാൻ അകത്തു പോവും. മനസ്സിലായോ? അതാണ് നമ്മുടെ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ നമുക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ പേര് പറഞ്ഞു, അത് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബേഴ്സിനെതിരെ കേസൊക്കെ വന്നിട്ടില്ലേ. അപ്പോൾ ഇവർക്ക് എന്തും ആവാം എന്ന് വെച്ചാൽ ആണുങ്ങളെ കൂട്ടാൻ എന്തും ആവാം. അതൊക്കെയാണ് ഇവിടുത്തെ ഈ പറഞ്ഞ മാതിരി മാറ്റിമറിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പരിരക്ഷയും സുരക്ഷയും വേണമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ഭീകരമായ അവസ്ഥയിലാണ് പോണത്. ഇത് സിനിമാ രംഗത്ത് മാത്രമല്ല, ഇനി ബിസിനസ് രംഗത്തും മറ്റുള്ള എല്ലാ മേഖലയിലും ഇത് സ്ത്രീകൾക്കൊരു ആയുധമാക്കാൻ പറ്റും. സ്ത്രീകൾ മാത്രമല്ല ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ സ്ത്രീകളെ മുൻനിർത്തി പല ആണുങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശത്രുവിനെ വീഴ്ത്താൻ. കാരണം ഇവിടെ നിയമമുണ്ടല്ലോ. കാരണം ഇത് തനിക്കൊരു ഇത് പറ്റി എന്ന് പറയുന്ന ഇര വന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മീഡിയയിൽ അതൊക്കെ ബ്ലർ ചെയ്യണം. അവരുടെ മുഖം കാണിക്കാൻ പാടില്ല, അവരുടെ പേര് പറയാൻ പാടില്ല. അവർക്കാകെ ഇര എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ പീഡനത്തിൻ്റെ ആരോപണം ചെന്ന് ഭവിക്കുന്ന ആളുടെ പടവും അയാളുടെ എല്ലാ അഡ്രസ്സ് അടക്കം പറയുകയും ചെയ്യാം. എന്തൊരു കഷ്ടമാണത്. ഇതെന്താ മനുഷ്യന് ഈ പറഞ്ഞാൽ എല്ലാവർക്കും നീതിയും ന്യായമൊക്കെ എല്ലാവർക്കും വേണം. ഇനി സ്ത്രീകൾക്ക് കൊടുത്തോളൂ കൂടുതൽ. പക്ഷേ പുരുഷന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ അങ്ങനെ അടിച്ചമർത്തുന്ന അവസ്ഥ, പുരുഷന്മാർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതിനെ ദുരുപയോഗം ചെയ്യാണെന്ന് സ്ത്രീകൾ, പല സ്ത്രീകളും. ഈ ഒരു ആശങ്കയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ക്യാരക്ടർ റോള് സ്വഭാവ നടനായിട്ട് വന്ന ഒരു നടനെതിരെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ അവർ പോയി ആ ഹോട്ടലിൽ റൂമിൽ വെച്ച് ട്രാപ്പിൽപ്പെടുത്തിയെന്ന് ഒരു ഇത് പറഞ്ഞല്ലോ ഒരു വനിത. ആ പറഞ്ഞതിൽ എനിക്ക് സംശയം തോന്നി വേറൊന്നുമല്ല, ഇവരെന്തിനാണ് ഈ കുറച്ച് നാളായിട്ട് പരിചയമുള്ള ഈ നടൻ്റെ ഒപ്പം ആ പ്രശസ്തമായ ഹോട്ടലിൽ ആ റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യം എന്നുള്ളത്? ഇവർക്ക് ഇവരുടെ സിനിമയുടെ ചർച്ച ചെയ്യാനാണെങ്കിൽ ഇവർക്ക് ഇവരുടെ സ്വന്തക്കാരെയോ ബന്ധക്കാരെയോ ആരെങ്കിലും കൊണ്ടുപോകൂടെ? അല്ലെങ്കിൽ വേണ്ട സുഹൃത്തുക്കളെ കൊണ്ടുപോകൂടെ? ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഒന്ന് വന്നേടാ, അല്ലെങ്കിൽ വന്നേടി, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ എൻ്റെ ഒപ്പം ഒന്ന് ജസ്റ്റ് ഇത് പറയാനാണ് എന്ന് പറഞ്ഞുകൂടെ? എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്? എന്നിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ട്രാപ്പിൽ വീഴ്ത്താൻ? ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പുരുഷൻ്റെ ഒരു റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ പോകരുതെന്ന്. അതാണ് ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യം. എന്താവശ്യം കിടക്കണം പോകേണ്ടത്? അപ്പോൾ ആ പോയത് തന്നെ തെറ്റല്ലേ? അത് വളരെ വലിയ തെറ്റാണ് ചെയ്തത്. അല്ലെങ്കിൽ വേണ്ട ലോബി ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? റെസ്റ്റോറൻ്റ് ഇല്ല, അവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? എന്തിനാ റൂമിലേക്ക് പോയത്? എന്നിട്ട് അവിടെ എന്നിട്ട് കുടുക്കി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്?
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ വേറെ ഒരു സ്ത്രീ ഇപ്പോൾ ആകെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അവർ മറ്റേ പീഡനം ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. അതാണ് ഒരു നായകനും ഇപ്പോൾ ഒരുപാട് ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു നടനെതിരെ, രാഷ്ട്രീയത്തിലേക്കുള്ളൊരു നടനെതിരെ പറഞ്ഞ ഒരു കാര്യം. അവസാനം എന്താ പറഞ്ഞ്, ഞാൻ പൈസ ചോദിച്ചു, കടം ചോദിച്ചു, എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നില്ല. ഞാനെന്താ, എന്നെ പീഡിപ്പിച്ചതല്ലേ, എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ എന്നൊക്കെ ചോദിച്ച് അത് ആ വഴിക്ക് പോയി. അപ്പോൾ പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല, പൈസ ചോദിക്കുമ്പോൾ തരണം. അപ്പോൾ അത് പീഡനമാണ്. ഇതെനിക്ക് മനസ്സിലാവില്ല. ചില ആളുകൾ ഇതിനു മുമ്പ് ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നെ കുറേ മാസങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ ഈ മാസങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കണേ? മാസങ്ങളായിട്ട് അങ്ങനെ ഒരാൾ ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ വ്യക്തി, പൈസ ചോദിച്ച വ്യക്തിയില്ലേ, പീഡിപ്പിക്കുക, ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ്, ഇല്ലേ? പിന്നെ ഒരു യുവനടൻ, ഒരു നായകനായിട്ട് നിൽക്കുന്ന ഒരു യുവനടൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ കയറി പിടിച്ചു, ആ നടനും എതിരെ ഭയങ്കരമായിട്ട് പ്രശ്നം വന്നു. അപ്പോൾ ആ നടനെയും ഈ പറഞ്ഞ കാര്യം ആദ്യം പേര് പറയില്ല, പിന്നെ പേര് പറയും, പിന്നെ മാറ്റി പറയും. എന്തൊക്കെ അംഗങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് 15 വർഷം മുമ്പ് കയറി പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ആ നടനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആര് കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആണുങ്ങളെയൊക്കെ പിടിച്ചകത്തിടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജയിൽ മുഴുവൻ ആണുങ്ങളെ കൊണ്ട് നിറയും. ഒരു സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ പുരുഷന്മാരും പിടിച്ചകത്തിടാൻ പറ്റും. ആ ഒരു നിയമത്തിന് ഭേദഗതി വരുത്തിയില്ലെങ്കിൽ ഇവിടുത്തെ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യും, അവരുടെ കുടുംബങ്ങളിലുള്ളവർ ആത്മഹത്യ ചെയ്യും. കാരണം അവർ മാത്രമല്ല, സ്ത്രീകൾ, ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഭർത്താവാണ്, നിങ്ങൾക്ക് ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, മകനുണ്ട്, സഹോദരനുണ്ട്, ഇവരൊക്കെ ആണുങ്ങളാണ്. ഇവർക്കൊക്കെ ഇതുപോലത്തെ ഒരു ദുരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എന്ത് കുടിലതയും ചെയ്യാവുന്ന പെരുങ്കള്ളികൾ ഉരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് എന്തും ചെയ്യാൻ. അവരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പ്രശസ്തയാവണം. ഇപ്പോൾ ചിലരൊക്കെ ഒരാൾ പറഞ്ഞില്ലേ, എൻ്റെ മുഖം കാണിക്കാതിരിക്കരുത്, എനിക്ക് എൻ്റെ മുഖം കാണട്ടെ, എല്ലാവരും കാണട്ടെ. അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ, എല്ലാവരും എന്നെ കാണണം. നാളെ ഇതിൽക്കടെ ഒരു സെലിബ്രിറ്റി ആവാം. ഇന്ന് മലയാളത്തിൻ്റെ അവസ്ഥ അതല്ലേ. ഇപ്പോൾ ഈ സിനിമ കണ്ട് മറ്റതൊക്കെ പോക്കൃത്തരവും മറ്റേ കൊക്കാച്ചിയും മറ്റതൊക്കെ കാണിച്ച് വികൃതമായ ഓരോന്നും കാണിച്ച് കിടക്കണവർ, ഇൻസ്റ്റയിൽ ഓരോ ഗോഷ്ടി കാണിച്ച് കിടക്കുന്നവരെയൊക്കെ ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുക. കാരണം അവരൊക്കെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു. അവരുടെ പുറകെ ക്യാമറകളാണ് ഇങ്ങനെ പാഞ്ഞു കിടക്കണേ. അപ്പോൾ അത്രയും അങ്ങനെയാണ് മലയാളികളുടെ ഒരു പ്രത്യേക രീതിയിലേക്കുള്ളൊരു സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരോടൊക്കെ ആരെങ്കിലും പറഞ്ഞാണ്, നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമയൊന്നും എന്തായാലും കിട്ടാൻ പോകണം, നിങ്ങൾ രക്ഷപ്പെടാനും പോകണില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളെ അപ്പം തന്നെ വിളിച്ചോളും, ഓരോ പരിപാടിക്ക് വിളിക്കും, ഗസ്റ്റായിട്ട് കാശൊക്കെ വാങ്ങിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം, ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറഞ്ഞുകൂടാ. കാരണം നമ്മളുടെ ഒരു മലയാളത്തിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. എന്ത് ഊളത്തരം കാണിക്കുന്നവനെയും വിളിച്ചുകൊണ്ട് പോകും, എന്ത് പോക്കൃത്തരം കാണിക്കുന്നവനെയും വിളിച്ചുകൊണ്ട് വലിയ ഇതൊക്കെ കൊടുത്ത് ക്യാമറകളൊക്കെ ആ വ്യക്തിയുടെ പുറകെ ആയിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ പുറകെ പോയതാണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അമ്മയിൽ മെമ്പർഷിപ്പ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഈ AMM എന്ന് പറഞ്ഞ സംഘടനയിൽ അതിൻ്റെ സെക്രട്ടറിയോ അതിലുള്ള ഏതെങ്കിലും നടനോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ AMM മെമ്പർഷിപ്പ് എടുത്തില്ല. ഞാൻ 20 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എടുക്കാനുള്ള യോഗ്യത എനിക്കായിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ ഭാര്യ എടുത്തിട്ടുണ്ട്, ബീന എടുത്തിട്ടുണ്ട്. അത് ബീന എടുക്കാൻ കാരണം വേറൊന്നുമല്ല, ബീന അധികം സിനിമയൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ ബീന അഭിനയിച്ച് തുടങ്ങിയ ആ സമയത്താണ് AMM എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ സംഘടന രൂപീകൃതമാവുന്നത്. അങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേജൊന്നുമല്ല. അതൊരു 3-4 പേര്, എനിക്കാണ് സുരേഷ് ഗോപി, ഗണേഷ് ചേട്ടൻ, അങ്ങനെ ആരൊക്കെയോ ചേർന്നു, മുരളിച്ചേട്ടനോ, അങ്ങനെ എന്തൊക്കെയോ, അങ്ങനെ ഒരു കുറച്ച് പേര് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഘടന, ആർട്ടിസ്റ്റുകൾക്ക്, അഭിനേതാക്കൾക്കൊരു സംഘടന എന്നുള്ളൊരു ആശയം വന്ന് അങ്ങനെ അവിടെയുള്ള അല്ലെങ്കിൽ ആ ലൊക്കേഷനുകളിലൊക്കെ ഉള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ നമ്മളിങ്ങനെ ഒരു സംഘടന തുടങ്ങുകയാണ്. നമ്മൾ ഇത്ര രൂപ, അന്ന് കണ്ട 5000 രൂപയോ 10000 രൂപയും കണ്ടായിരുന്നു, 5000 രൂപ എന്ന് തുടങ്ങി. ബീന തുടങ്ങിയാൽ 5000 രൂപ മെമ്പർഷിപ്പ് എന്നും പറഞ്ഞ് എല്ലാവരിൽ നിന്നും വാങ്ങിച്ച് അങ്ങനെ രൂപീകൃതമായ സമയത്ത് അംഗമായ ആളാണ് ബീന. തുടക്കം മുതലേ ബീനയുണ്ട്. അല്ലാണ്ട് ബീന അഭിനേതാവ് എന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് അങ്ങനെ ഇതായതല്ല. ആ സമയത്ത് അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ മെമ്പറായിട്ടുണ്ട്. പക്ഷെ പിന്നീട് AMM അമ്മ ഭയങ്കര വലിയ രീതിയിലേക്ക് ഞങ്ങൾ വിപുലമായി വന്നു വർഷങ്ങൾക്ക് ശേഷം. അതൊരു വലിയ ലെവലിലേക്ക് മാറി. ഇപ്പോൾ ഒരുപാട് 10-100 പേർക്ക് കൈനീട്ടം കൊടുക്കണം എല്ലാ മാസം 5000 രൂപ. പിന്നെ ഒരുപാട് നിർധനരായ അല്ലെങ്കിൽ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ചു കൊടുത്തു. പിന്നെ എല്ലാ അംഗങ്ങൾക്കും സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇൻഷുറൻസ്, എത്ര ലക്ഷമായാലും അവർക്കത് കിട്ടും. അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ. അത് തുടക്കം കുറിച്ച് എനിക്കൊരു ദിലീപാണ്. ദിലീപ്
നടൻ ദിലീപിൻ്റെ 2020 എന്ന് പറഞ്ഞ പടം ദിലീപാണത് പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു ഇത് വന്നു, ഒരു സിനിമ പിടിക്കാം. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ, അങ്ങനെ എല്ലാവരും ദിലീപ് അടക്കം. അപ്പം അങ്ങനെ ഒരു ചാലഞ്ച് ഏറ്റെടുത്തത് ദിലീപാണ്. അതിനുശേഷം ആ സിനിമ സക്സസ് ആയി. അതിൻ്റെ ഒരു നല്ലൊരു തുക അമ്മയ്ക്ക് ദിലീപ് കൊടുത്തു. പിന്നെ സക്സസ് ആയതിനു ശേഷം പിന്നെയും കൊടുത്തു. അങ്ങനെയാണ് അമ്മയ്ക്ക് ഒരു നല്ല ഒരു ഫൗണ്ടേഷൻ തന്നെ, അല്ലെങ്കിൽ ഒരു ബേസ്മെൻറ്റ് ഉണ്ടായതും. പിന്നെ ഷോസ്, ഒരുപാട് ചാനലിൽ ഷോസൊക്കെ നടത്തി, വിദേശ ഷോസുകളൊക്കെ നടത്തി നല്ലൊരു ഫണ്ട് റൈസിങ് ആയിട്ട് അമ്മ ഇന്ത്യൻ സിനിമയിൽ തന്നെ അഭിമാനാർഹമായി. മറ്റുള്ള എല്ലാ ഭാഷകളിലുള്ളവർക്ക് അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു സംഘടന. ആ സംഘടന എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടി നശിപ്പിക്കണം എന്ന് ആലോചിച്ചാൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഇവർ ഒന്നാമത്തെ കാര്യം, സിനിമയിലൊന്നും പ്രധാന വേഷങ്ങളോ എന്തെങ്കിലും, പ്രധാനം എന്ന് പറഞ്ഞാൽ 5 സിനിമകളിലെങ്കിലും ഒരു അത്യാവശ്യം ക്യാരക്ടർ, പേരും ഇതൊക്കെയുള്ള ഫോമുണ്ട് അമ്മയുടെ സംഘടനയ്ക്ക്. അതിനകത്ത് ഇത് എഴുതി കൊടുക്കണം, ഇത്ര സിനിമകൾ, 5 സിനിമ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തു. പ്രധാനം എന്ന് പറഞ്ഞാൽ നായകന നായികയല്ല, നമുക്കുണ്ടാവില്ല, അതിൽ പല പല കഥാപാത്രങ്ങൾക്ക് പേര് വേണം, ഇയർ, അതിൻ്റെ സംവിധായകൻ, നിർമ്മാതാവൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് പിന്നീട് അവരുടെ ഇതിലേക്ക് FK അയച്ചിട്ട് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് വെരിഫിക്കേഷൻ ഉണ്ട്. ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 12 പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണ് ഒരു അംഗം ആക്കാൻ പറ്റുള്ളൂ അമ്മയിൽ. അത്രയും കടമ്പകൾ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ പറയണത് എന്നെ അമ്മയിൽ എടുത്തില്ല. ഇവർ തന്നെ പറയണത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റിന് എങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടാനാണ്? അതൊക്കെയാണ് ഇത് മനസ്സിലാവാത്തത്. ഇതൊക്കെ ഈ പറയുന്ന മാതിരി എന്തോരം തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവരിതൊക്കെ വെച്ച് ചൂഷണം ചെയ്യാൻ നോക്കാണ്. ഇവർക്ക് പൈസ, മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഒരു പ്രശസ്തനായൊരു സംവിധായകനെതിരെ അത് ബംഗാളിലുള്ളൊരു ഒരു സ്ത്രീ, ഒരു നടി വന്നിട്ട് ഇങ്ങനെ എൻ്റെ കഴുത്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആരോപണം. അതും ആരൊക്കെയോ പൊക്കിക്കൊണ്ട് വന്നതാ, മനസ്സിലായില്ലേ? അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കഴുത്തിലേക്ക് കൈ പോയി. അത് ഉടനെ തന്നെ കഴുത്തിലേക്ക് ഇങ്ങനെ ഒരാളുടെ കൈ പോയി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താൻ പറ്റും. അവർ കൈ തട്ടി മാറ്റി, അവർ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയി, കഴിഞ്ഞു, കലാസ്. പിന്നെ ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ പോയി, അവിടെ പോയിട്ട് പുള്ളി പറഞ്ഞ മാതിരിയൊക്കെ കിടന്ന് കൊടുത്ത്, നഗ്നനായി കിടന്ന് പുള്ളി ഇതൊക്കെ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വേറെ ആർക്കും അയച്ചു കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അഭിനയിക്കാനുള്ള ചാൻസ് ചോദിച്ചു പോയതാണ്. അപ്പം ഞാൻ ചോദിക്കണമല്ലോ, ഈ ചെറുപ്പക്കാരനപ്പോൾ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ എന്തും ചെയ്യാം അല്ലേ? എല്ലാം ചെയ്തു കൊടുത്തിട്ട് അഭിനയിക്കാൻ പോയി. അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ ഒരു വ്യക്തിയെ കയറി പിടിക്കുമ്പോൾ എന്തിനാണ് എന്നെ എങ്ങനെ പിടിക്കണം? ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. നിങ്ങൾക്ക് അഭിനയിക്കാൻ ചാൻസ് തരാൻ പറ്റുമോ? ഇല്ലയോ? ഇല്ലെങ്കിൽ പോയാലോ പണിയൊക്കെ എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊന്നും ചെയ്യാതെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനം പറയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വന്നേക്കാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവിടുത്തെ ബാംഗ്ലൂർ ഹോട്ടലിൽ ഇന്ന വർഷം എന്ന് പറഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വർഷം ഈ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലാണത്. അപ്പോൾ അവിടെ തന്നെ വാദമുഖം പൊളിഞ്ഞു. ആ സംവിധായകന് ജാമ്യം അനുവദിച്ചു കോടതി. കാരണം പറയുന്നതെല്ലാം പച്ചക്കള്ളം. ഇതിൻ്റെ പുറകിൽ മലയാള സിനിമയെ നശിപ്പിക്കാൻ, മലയാള സിനിമയിൽ വന്നിട്ട് ഒന്നുമാകാതെ പോയി നിരാശ പൂണ്ട് എന്നാൽ ഞങ്ങൾക്കില്ല, ആർക്കും വേണ്ടെന്നും പറഞ്ഞ് മലയാള സിനിമയെ തകർക്കുന്നവരുടെ ഒരു ഗ്യാങ്ങുണ്ട്, മാഫിയുണ്ട്. ഇത് സത്യമായ കാര്യമാണ്. ഇത് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഈ സമൂഹം മനസ്സിലാക്കേണ്ട കുറേ സത്യങ്ങളാണ്. കാള പെറ്റുമെന്ന് നിൽക്കുമ്പോൾ കയറെടുക്കരുത്. ഇനിയും വരും. അതായത് ഇനിയും ആരോപണങ്ങളായിട്ട് പലരും വരും. അപ്പോഴേക്കും ആരോപണത്തിന് വിധേയരായവരെ, അല്ലെങ്കിൽ ആരോപണം ആരുടെ മേത്താണോ വരുന്നത്? ഇപ്പം എൻ്റെ മേത്തേക്ക് എനിക്കെതിരെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടെങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ സംശയിക്കില്ലേ? എൻ്റെ മനസാക്ഷിക്ക് ഞാൻ പറയണം, എൻ്റെ പെറ്റമ്മ സത്യം, ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയണം, എൻ്റെ മോനെ ഭാര്യ സാക്ഷി നിർത്തി. ഞാൻ ഈ രംഗത്ത്, ഈ സിനിമാ രംഗത്ത് ഞാൻ ഒരു സ്ത്രീകളോടും, മനസ്സിലായില്ലേ, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ ഒരു പെരുമാറ്റമോ വാക്കോ നോട്ടമോ ഒന്നും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ ലോകത്തിന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സത്യമായിട്ട് ഞാൻ പറയാം, ഏതെങ്കിലും ഒരുത്തി എനിക്കെതിരെ വല്ലതും പറഞ്ഞു വന്നാൽ എന്നെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് കൊല്ലരുത്, എന്നെ, എൻ്റെ കുടുംബത്തെ. ആ ഒരു ദയ എന്നോട് കാണിക്കണം. ഞാൻ തെളിയിക്കാൻ ഏതറ്റം വരെയും പൊക്കോളാം, എത്ര പൈസ മുടക്കി. കാരണം നമ്മുടെ ഗതികേടാണുള്ളത്. നമുക്കെതിരെ ഏതെങ്കിലും ഒരുത്തി എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്നിട്ട് അവൾക്ക് വീട്ടിലിരിക്കാം. ബാക്കി ആണുങ്ങൾ ഓടിക്കോ, വക്കീലിനെ വയ്ക്കണം, ജാമ്യം കിട്ടുമെന്ന് നോക്കണം, കാശ് മുടക്കണം, അരക്കം മാഞ്ഞ എവിടെ കേസ് കൊടുത്തെന്ന് വെച്ചാൽ അവിടേക്കൊക്കെ ഓടണം. എന്തെല്ലാം കഷ്ടപ്പാടാണെന്ന് ആലോചിക്കുക.
ഒരു സ്ത്രീ പറഞ്ഞില്ലേ, കേസ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി, ബാക്കി തെളിവൊക്കെ അവരുണ്ടാക്കിക്കോട്ടെ എന്ന്. അവർ രക്ഷപ്പെടണമെങ്കിൽ അവർ തെളിവുണ്ടാക്കട്ടെ എന്ന്. ഗതികെട്ടൊരവസ്ഥയെന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞത് ഭയങ്കര ഭീകരാവസ്ഥയിലേക്കാണ് പോണത്. ഇതിപ്പോൾ സിനിമാക്കാരെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തി കാര്യമൊന്നുമില്ല. സിനിമാ മേഖലയിൽ ഇപ്പോൾ എല്ലാവരും പരിശുദ്ധ പുണ്യാളന്മാർ, ചില്ലുകൂട്ടിൽ നിൽക്കണം പുണ്യാളന്മാരാണെന്ന് ഞാൻ പറയില്ല. മോശം ആളുകളുമുണ്ട്, നല്ല ആളുകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മോശം ആളുകളുമുണ്ട്, നല്ല ആളുകളുമുണ്ട്. കാരണം പിന്നെ ഒരു നായിക വന്നൊരു ആരോപണം ഉന്നയിച്ചു. ഒരു പ്രശസ്തയായ ഒരു നായിക, ലാലേട്ടൻ്റെ നായികയായിട്ടൊക്കെ വന്ന് ഒരു ഓമനത്തമുള്ള മുഖമായിട്ട് വന്നൊരു നായിക, ഒരു പ്രശസ്ത ഒരു ലിവിങ് ലെജൻഡറി പോസ്റ്റിലുള്ള ഒരു സംവിധായകൻ. അദ്ദേഹത്തെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇങ്ങനെ വഴങ്ങുമെന്ന് അവരുടെ സുഹൃത്തിനോട് ചോദിച്ചു. പിന്നെ ആ സിനിമ വേണ്ടെന്ന് വെച്ചു. ആ ഒരു സിനിമ വേണ്ടെന്ന് വെച്ചു തോന്നുന്നു. അവരെത്രയോ സിനിമകളിൽ നായികയായിട്ട് പിന്നീടുണ്ടായിരുന്നു, അതിനു മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരേ വ്യക്തിയിൽ നിന്നല്ല ദുരനുഭവം ഉണ്ടായിട്ടുള്ളൂ, മറ്റുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾ, ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞത് സത്യമാണെന്നില്ല. ഒരു സംവിധായകൻ ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേറൊരാളെ വേണ്ടതെന്ന് പറഞ്ഞാൽ പോലും അത് അന്ന് ഉണ്ടായ ആ വേദന വേണമെങ്കിൽ ഇന്ന് ഇങ്ങനെയാക്കി എടുക്കാൻ ഒരു സ്ത്രീക്ക് കഴിയും. എന്നെ ഒഴിവാക്കിയത് ഇതുകൊണ്ടാണ്, അയാൾക്ക് കീഴപ്പെടാത്തത് കൊണ്ടാണെന്ന് പറയാനും പറ്റും. ഈ ലെവലിലേക്ക് ഇന്ന് എന്തും ചെയ്യാം. ഇന്നിപ്പോൾ അവരങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ എന്തും ആവാന്നുള്ള ലെവലിലാണ്. എന്നും പറഞ്ഞ് എല്ലാവരും നല്ലവരെന്നും ഞാൻ പറയുന്നില്ല, മോശം ആളുകളും ഉണ്ട്. പക്ഷെ അതിന് വ്യക്തമായ തെളിവ് വേണം. തെളിവൊന്നുമില്ലാണ്ട് ചുമ്മാ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഇത് ചെയ്യരുത്. അവർക്കൊന്ന് തെളിയിക്കാനുള്ളൊരവസ്ഥ, ഒരവസരം ഒന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞു. കാരണം ഒരു കുടുംബം മൊത്തം വേദനിക്കുകയാണ്. ആ വ്യക്തിക്ക് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവരും വേദനിച്ച് അപമാനിതരായിക്കൊണ്ടിരിക്കുകയല്ലേ. അത് മനസ്സിലാക്കണം. എനിക്ക് അത്രയും നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളൂ. നമുക്ക് എറിഞ്ഞു കൊല്ലാൻ എളുപ്പമാണ്, പക്ഷേ എറിയുന്നതിന് മുമ്പൊന്ന് ആലോചിക്കുക. നാളെ നമ്മളിലേക്കും ഇത് വരും. നിങ്ങളോട് വ്യക്തിപരമായി ശത്രുതയുള്ള ഒരാൾക്ക് ഇത് നിങ്ങളോട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് വരുന്ന സാധനം വാർത്താമാധ്യമങ്ങളിൽ വരണമെന്നില്ല, നിങ്ങളൊരു സാധാരണക്കാരാണെങ്കിൽ വരണമെന്നില്ല. പക്ഷേ ഇങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ വരുന്നു. പക്ഷെ എന്നാലും നിങ്ങളുടെ കുടുംബം അന്നേരം അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ ഏരിയയിലുള്ള നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനോ മറ്റുള്ളവരോ ഒക്കെ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയും വരും. അപ്പോൾ ഇതുപോലുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു മാഫിയ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ മാഫിയ. ആണുങ്ങളെ തകർക്കുക, തച്ച് തകർക്കുക. സോറി, ഞാൻ ഇത്രയും ഇമോഷണലായിട്ട് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇനി അങ്ങോട്ട് പുരുഷന്മാർക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് പറയാനുള്ളത്, ഈ നിയമങ്ങളിൽ ഒരു ഭേദഗതി തീർച്ചയായിട്ടും വരുത്തേണ്ടതുണ്ട്. ഇതൊരു അപേക്ഷയാണ്. കാരണം ഞങ്ങൾക്കും ജീവിക്കേണ്ട ഈ ഭൂമിയിൽ സമാധാനത്തോടെ. ഡെമോക്രസിൻ്റെ വാളുമാരി ഏതു നേരം തലയുടെ മുകളിൽ എന്താ പറയണമെന്ന് ആലോചിച്ച് ടെൻഷനടിച്ച് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്? അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്ത് വിടുന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശാസന കൊടുത്തു. കാരണം എന്തുകൊണ്ടത് പുറത്ത് വിടുന്നില്ല? എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അത് പുറത്ത് വിട്ടാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അത് പുറത്ത് വിടണോ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. കാരണം അതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ ഭീകരത നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. ഒരുപക്ഷെ മലയാള സിനിമ വ്യവസായം തന്നെ തകർന്നു പോകും. അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഇൻഡസ്ട്രി മൊത്തം തകർന്നു തരിപ്പണമാൻ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യം. ഒരുപാട് പേര് പടുത്തുയർത്തിയതാണ്, കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി. അത് ഇങ്ങനെ കുറേ ആളുകൾ മൂലം തകർന്നു പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് മീഡിയയാണത്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ഇടവരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നാലുള്ള പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം. അത് ഭീകരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബഹുമാനപ്പെട്ട നീതിപീഠവും അല്ലെങ്കിൽ ഇതിൻ്റെ ആരാന്ന് വെച്ചാൽ, കാരണം ശാരദാമ്മ പറഞ്ഞില്ലേ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്ന, സിനിമ ഉണ്ടായ കാലം മുതൽ ഇതൊക്കെ ഉണ്ട്. കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറേ പുറത്ത് നടക്കുന്നതൊക്കെ വെറും ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊരു വിമർശനവും വന്നു. പക്ഷേ ഇതൊക്കെ സത്യമാണ്. സിനിമ ഉണ്ടായ കാലമല്ല, ആണും പെണ്ണും ഉണ്ടായ കാലം മുതൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ പ്രതികരിക്കുമ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്ത്രീകൾ ശക്തമായിട്ട് നിൽക്കണം മനോധൈര്യത്തോടെ.
നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്ത് ഇതുണ്ടോ, അവിടെ എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. വേറെ ഒന്നുമില്ല. അന്നേരമാണ് പ്രതികരിക്കേണ്ടത്. അതാണ് പെണ്ണ്. അതാവണം പെണ്ണ്. അല്ലാണ്ട് പണ്ട് തൂറിയതും പാളെ തൂറിയതൊക്കെ കൂടി എടുത്തുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടാന്ന് പറയുന്നതിനെ അതിനെ ഞാൻ ബഹുമാനിക്കില്ല. യഥാർത്ഥ പെണ്ണുങ്ങൾ അന്നേരം സ്പോട്ടിൽ പ്രതികരിക്കുന്നവരാണ്. പറയാനുള്ളത് പറയണം, ചെയ്യാനുള്ളത് ചെയ്യണം, പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കണം. അങ്ങനെ ആവണം ഇവിടുത്തെ ഓരോ സ്ത്രീകളും. നിങ്ങൾക്ക് തന്നെ നിർത്താൻ പറ്റും നിങ്ങളുടെ മേത്തേക്കുള്ള കടന്നുകയറ്റവും അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. അതിനുള്ള കരുത്ത് നിങ്ങൾക്ക് വേണം. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക, ചിലവരൊക്കെ ഉണ്ടല്ലോ എല്ലാം അന്നേരമൊക്കെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഓട്ടയെന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അവസാനം വന്നിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അതിനെ പീഡനമാക്കി മാറ്റി തിരക്കഥ സംഭാഷണമൊക്കെ മാറ്റി വേറെ ലെവലിലേക്ക് കൊണ്ടുവന്നവരെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കാൻ എനിക്ക് ലേശം ഉളുപ്പുണ്ട്. എല്ലാ സ്ത്രീകളോടും എൻ്റെ ബഹുമാനവും സ്നേഹവും എല്ലാ നല്ല സ്ത്രീകളോടും എൻ്റെ ബഹുമാനവും സ്നേഹവും ഞാൻ അർപ്പിക്കുകയാണ്. നല്ല സ്ത്രീകളോട്. അല്ലാത്തവരെ ഞാൻ സ്ത്രീ എന്നും വിളിക്കില്ല. അവരെ സ്ത്രീയായിട്ട് കാണാനും എനിക്ക് താല്പര്യമില്ല. അവരെ മനുഷ്യഗണത്തിൽ പോലും കാണാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കും. കാരണം മറ്റുള്ളവരുടെ ചോര കുടിച്ചല്ല ജീവിക്കേണ്ടത്, മറ്റുള്ളവരുടെ കുടുംബം തകർത്തല്ല ജീവിക്കേണ്ടത്. അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. മേലിലെങ്കിലും ഇനി ഇതുപോലത്തെ പൊറാട്ട് നാടകങ്ങളായിട്ട് വരുന്ന പെൺവേഷം കെട്ടി വരുന്നവരോട് എനിക്ക് പറയാനുള്ളൂ. സ്ത്രീ എന്ന് ഞങ്ങൾ വിളിക്കില്ലേ? കാരണം സ്ത്രീ എന്ന് പറയുന്നത് മഹത്തരമാർന്നൊരു പദമാണത്. അതിന് അപമാനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരോടൊക്കെ എനിക്ക് ഒറ്റ പറയാനുള്ളൂ, 10 വട്ടം ചിന്തിക്കുക. ഒരുത്തനെ തകർക്കാൻ വേണ്ടി വരുമ്പോൾ തകർന്ന് തരിപ്പണമാവും. അതുപോലെ തന്നെ ഈ നീതി വ്യവസ്ഥയോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ തട്ടിപ്പും തരികിടായിട്ട് വരുന്ന ഇവരെയൊക്കെ പരമാവധി മാക്സിമം ഏറ്റവും നല്ല ശിക്ഷ കൊടുക്കണം. 10 വർഷം തടവിലെങ്കിലും ഇവരിടണം, കഠിന തടവിൽ. എന്നാലേ പഠിക്കൂ. നാളെ ഒരുത്തിയും വരരുത് ഇങ്ങനെ തോന്നിയ അവസരമായിട്ട്. അതെനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്താലോ എനിക്കെതിരെ എന്ത് പീഡന പരാതി കേട്ട് ഏതെങ്കിലും തട്ടിപ്പുകാരി വന്നാലും ഞാൻ നേരിടും ചങ്കൂറ്റത്തോടെ. അതിനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ.